തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയം UDF-നും കോൺഗ്രസിനും വലിയ രാഷ്ട്രീയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത 4 മാസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നണിയുള്ളത്. 10 വർഷം നീണ്ടുനിന്ന ഇടത് സർക്കാരിന്റെ ഭരണം അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് നിറഞ്ഞതാണ് എന്ന ജനവികാരമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമായിട്ട് വിലയിരുത്തപ്പെടുന്നത്. ആരോഗ്യ വകുപ്പ് മുതൽ ടൂറിസം മേഖലയിൽ അടക്കമുണ്ടായ കെടുകാര്യസ്ഥതയ്ക്കും അലംഭാവങ്ങൾക്കും വോട്ടിലൂടെ ജനം മറുപടി നൽകി എന്നതാണ് ഏറ്റവും സത്യം. സർക്കാരിന്റെ പ്രതിച്ഛായ ഏറ്റവും മോശമായിട്ട് ബാധിച്ച ഒന്നായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാറിയിരുന്നു. ഇത് സർക്കാരിന്റെ മേൽ എക്കാലത്തെയും വലിയൊരു കറുത്ത അധ്യായമായിട്ട് നിലനിൽക്കുകയാണ്. ഈ വിഷയങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കിയ കടുത്ത അമർഷം ഭരണമാറ്റത്തിനായുള്ള ആഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ സൂചന നൽകുന്നത്. തുടർച്ചയായ അഴിമതിയും ആരോപണങ്ങളും വിവാദങ്ങളും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ്. പരാജയങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ CPM ആക്രമണ രാഷ്ട്രീയത്തിലേക്ക് തിരിയുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങൾ അരങ്ങേറി. വിജയിച്ച സ്ഥാനാർത്ഥികളെ പോലും മർദ്ദിക്കുന്നതും വീടുകൾ കയറി ആക്രമിക്കുന്നതും ജനവധിയോടുള്ള അവഹേളനമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്ക് സർക്കാർ മൗന അനുവാദം നൽകുകയാണെന്നും ആരോപണമുണ്ട്. ആക്രമണം കൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നേരിടാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന് ജനം ബാലറ്റിലൂടെ ശക്തമായ മറുപടി നൽകും എന്ന് ഉറപ്പാണ്. ജനാധിപത്യപരമായ വിജയങ്ങളെ ആക്രമണം കൊണ്ട് അടിച്ചമർത്തുവാൻ കഴിയില്ല എന്നും നിലവിലെ ഭരണവിരുദ്ധ തരംഗം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴി തെളിയിക്കുമെന്നും UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിച്ചുകൊണ്ടായിരുന്നു UDF വടക്കൻ കേരളത്തിൽ ഒരു തേരോട്ടം തന്നെ നടത്തിയത്. മലപ്പുറത്ത് മാത്രമല്ല, പരമ്പരാഗതമായിട്ട് മുസ്ലിം CPM-നെ പിന്തുണയ്ക്കുന്ന തലശ്ശേരി പോലും UDF-ന് വലിയ നേട്ടമുണ്ടാക്കി. പിണറായി വിജയൻ വെള്ളാപ്പള്ളി കൂട്ടുകെട്ട് മുതൽ PM ശ്രീയിലെ നിലപാട് വരെ പല കാരണങ്ങളായിരുന്നു ന്യൂനപക്ഷങ്ങൾ CPM-നെ കൈവിടാനുണ്ടായത്. സുന്നികൾ മുതൽ മുസ്ലിം ലീഗിനെ വരെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ഒടുവിൽ കൈവിട്ട ഭൂരിപക്ഷ സമുദായ പ്രീണനത്തിന് ശ്രമിച്ച CPM-ന് ഇത്തവണ വലിയ തകർച്ചയാണ് ഉണ്ടായത്. ന്യൂനപക്ഷ മേഖലകളിലെല്ലാം CPM തകർന്നടിഞ്ഞു. പട്ടാമ്പി തൊട്ട് കാസർഗോഡ് വരെയുള്ള മുസ്ലിം ന്യൂനപക്ഷ മേഖലകളിൽ 100 കണക്കിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണമാണ് CPM-ന് നഷ്ടമായത്. മലപ്പുറം ജില്ലയിൽ എക്കാലവും കയ്യിലിരുന്ന പെരിന്തൽമണ്ണയും നിലമ്പൂരും അടക്കം മുനിസിപ്പാലിറ്റികൾ കൈവിട്ടുപോയി. ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും നിലംപരിശായി. കഴിഞ്ഞ തവണ 24 ഗ്രാമപഞ്ചായത്തുകൾ ജയിച്ചുവെങ്കിൽ ഇത്തവണ അത് 6 കുറഞ്ഞു. മുസ്ലിം വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്വാധീനം നഷ്ടപ്പെട്ടു. തലശ്ശേരി മുനിസിപ്പൽ മേഖലയിൽ അടക്കം മുസ്ലിം ലീഗ് ശക്തമായി തിരിച്ചു വന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിലെല്ലാം CPM വലിയ തിരിച്ചടി നേരിട്ടു. ജമാഅത്തെ ഇസ്ലാമി വിവാദം CPM അടിക്കടി ഉയർത്തിയെങ്കിലും UDF-ഉമായിട്ട് സഖ്യമില്ലാതെ മത്സരിച്ച സീറ്റുകളിൽ പോലും വെൽഫെയർ പാർട്ടി ജയിച്ചു കയറി. ന്യൂനപക്ഷ ധ്രുവീകരണം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് മനസ്സിലാക്കാതെ പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് CPM നേതൃത്വം. തദ്ദേശ എഫക്ട് അത് നിയമസഭയിലും അലയടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ വിലയിരുത്തലിലൂടെ കാണാൻ കഴിയുന്നത്.